ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫേസ് ക്രീം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കോഫിയുടെ ഒരു ഫേസ് ക്രീമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കോഫി നമുക്ക് സാധാരണ നമ്മുടെ ഫേസിൽ ഒത്തിരി പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഭയങ്കരമായിട്ട് കരുവാളിച്ചൊക്കെ ഇരിക്കും, കരുവാളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ പാടുകളൊക്കെ മാറാനും ജസ്റ്റ് ഒന്ന് ഫേസ് പാക്ക് ഇട്ടാൽ പോലും കോഫി പൗഡർ ഉപയോഗിച്ച് ഫേസ് പാക്ക് ഇട്ടാലും നമ്മുടെ ഫേസിന് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്കായിക്കോട്ടെ, ചുണ്ടിൽ ആ ഒരു നല്ല എന്തെങ്കിലും തരത്തിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഒക്കെ വരുമ്പോൾ അതൊക്കെ മാറാനും നല്ല ബ്രൈറ്റനിങ് ഒക്കെ കിട്ടാനും നല്ലതാണ്. അതുപോലെ കണ്ണിൻ്റെ ആ ഒരു പോളയുടെ അവിടെ ഒരു തടിപ്പ് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അതും ഈ ഒരു കോഫി പൗഡറും റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ആ തടത്തിൽ ആ ഒരു തടിപ്പ് പോലെ ചിലവർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് നല്ലൊരു ക്രീം നമുക്ക് തയ്യാറാക്കിയെടുത്താൽ നമുക്ക് ഡെയിലി നമുക്ക് ഓവർനൈറ്റ് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് എന്തായാലും കിട്ടും. നല്ലൊരു അടിപൊളി റിസൾട്ടുള്ള നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും പാടില്ല കേട്ടോ. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ വേണം നമുക്ക് ഇതിന് വേണ്ടി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു തരി ഉണ്ടാവുമല്ലോ ഈ കോഫി പൗഡറിന്, അപ്പോൾ ആ ഒരു ഇത് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ച് റോസ് വാട്ടറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റോസ് വാട്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ റോസ് വാട്ടർ നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടി അഴുക്കും അതുപോലെ എണ്ണമയൊക്കെ മാറാനും വളരെ നല്ലതാണ് നമ്മുടെ റോസ് വാട്ടർ. അതുപോലെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകുകയാണെങ്കിൽ തന്നെ വളരെ നമ്മുടെ മുഖത്ത് അഴുക്കും എണ്ണമയൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് 2 തുള്ളി റോസ് വാട്ടർ ഇട്ട് കുളിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിലിട്ട് കുളിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനൊക്കെ വളരെ ഒരു റിഫ്രഷാണ്. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. റോസ് വാട്ടറും കോഫി പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ആൽമണ്ട് ഓയിലാണ്. അപ്പം നമ്മളെ ചർമ്മത്തിനും മുടിക്കൊക്കെ ഒത്തിരി നല്ലതാണ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ ആൽമണ്ട് ഓയിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എയും ഡിയും ഇയും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ ഫേസിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ ഒത്തിരി നല്ലതാണ് ആൽമണ്ട് ഓയിൽ. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറാനും ആൽമണ്ട് ഓയിലിന് പറ്റും. പക്ഷേ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മളിവിടെ ഫേസ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസിനുള്ള ആൽമണ്ട് ഓയിൽ തന്നെ എടുക്കുക. വാങ്ങിക്കുമ്പോൾ ഫേസിനുള്ള ആൽമണ്ട് ഓയിൽ തന്നെ നോക്കി വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇതിന് പകരമായിട്ട് ആരും കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്. ആൽമണ്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ആൽമണ്ട് ഓയിൽ എടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആൽമണ്ട് ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കറ്റാർവാഴയുള്ള ആൾക്കാരാണെങ്കിൽ കറ്റാർവാഴ അങ്ങനെ യൂസ് ചെയ്യാം. അതിൽ നിന്ന് ജെല്ലെടുത്തിട്ട് അങ്ങനെ ക്രീം മാറ്റി വെക്കുന്നവരുണ്ട്, അപ്പോൾ അലോവേര ജെല്ലെടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അല്ലാതെ വല്ല അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അലോവേര ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലോവേര നമുക്ക് നമ്മുടെ ഫേസിലെ എണ്ണമയം മാറാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറാനും നമ്മുടെ മുഖം നല്ല ക്ലിയർ സ്കിന്നാവാനൊക്കെ ഒത്തിരി നല്ലതാണ്. മുഖക്കുരു മാറാനൊക്കെ അലോവേര ജെല്ല് വളരെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും ഫേസിലുണ്ടാവുന്ന ഒരു സ്റ്റാനൊക്കെ മാറാനൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് അലോവേര. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അലോവേരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട്, വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം.
അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാൻ ഇത്രയും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല കൈ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലൊരു ക്രീം ഏതെങ്കിലും ഒരു നല്ലൊരു പാത്രത്തിലോട്ട് വേണം നമുക്കിത് മാറ്റാനായിട്ട്. എന്നിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നല്ലൊരു വെയിലത്ത് വെച്ചിട്ട് ഉണക്കി നല്ലൊരു പാത്രത്തിൽ നമുക്ക് ഇതിട്ട് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇതൊരു 15 ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ അതെന്തായാലും നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ മുഖമൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുഖമൊക്കെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഇട്ടോ അല്ലെങ്കിൽ കടലമാവോ പയറുപൊടിയോ ഒക്കെ ഇട്ട് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ലൊരു മുഖത്തിൻ്റെ ആ ഒരു മുഖമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല റിസൾട്ടാണ്. എന്നിട്ട് നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബൗൾ എടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റനിങ് ജെല്ലിൻ്റെ ഒരു ബൗളാണ്. അപ്പോൾ നല്ലൊരു ബൗളാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ ഒരു ക്രീം മാറ്റിയേക്കുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി എന്തായാലും യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.